ക്ഷേത്ര നഗരമെന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്താണ് ഇപ്പോഴുള്ളത്. കാഞ്ചീപുരത്ത് മറ്റൊരു പ്രധാന ക്ഷേത്രമായ കൈലാസേശ്വര ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. പല്ലവ കാലഘട്ടത്തിലെ ചരിത്രപരമായ ഒരു ഹിന്ദു ക്ഷേത്രം കൂടിയാണിത്. ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം കാഞ്ചീപുരത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴയ സ്മാരകങ്ങളിലൊന്നാണ്. 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 8-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലും തമിഴ് പാരമ്പര്യത്തിലെ ഹൈന്ദവ കലയുടെ സങ്കീർണമായ കൊത്തുപണികളാൽ ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. പ്രധാനമായി ശൈവമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ നേരെ മുൻപിലായി സ്ഥാപിച്ചിട്ടുള്ള വലിയ നന്ദിരൂപവും വൈഷ്ണവം, ശക്തിമതം, വൈദിക ദേവതകൾ എന്നിവയിൽ നിന്നുള്ള തീമുകളും ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികളിൽ കാണാം. തമിഴ്നാട്ടിലെ ഹിന്ദു മ്യൂറൽ കലയുടെ ആദ്യകാലവും മികച്ചതുമായ മാതൃകകളിൽ ഒന്നായി ഈ ക്ഷേത്രം ശ്രദ്ധേയമാണ്. ഏകദേശം 700-ാം സെഞ്ചുറിയിൽ നരസിംഹവർമ്മൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് മഹേന്ദ്രവർമ്മൻ മൂന്നാമൻ ക്ഷേത്രം നവീകരിച്ചു. ചതുരാകൃതിയിലുള്ള ക്ഷേത്രത്തിന് ഒരു മുഖമണ്ഡപവും മഹാമണ്ഡപവും പ്രാഥമിക ഗർഭഗൃഹവും 4 നിലകളുള്ള ഗോപുരവുമുണ്ട്. പ്രധാന ശ്രീകോവിലിന് ചുറ്റും 9 ആരാധനാലയങ്ങളുണ്ട്. ശ്രീകോവിലിന്റെ പ്രവേശന കവാടത്തിന് ചുറ്റുമെല്ലാം ശിവന്റെ രൂപങ്ങൾ. എല്ലാം കല്ലിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഹിന്ദുമതത്തിന് കീഴിലുള്ള 7 പുണ്യനഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന കാഞ്ചീപുരം തലസ്ഥാന നഗരമായി തങ്ങളുടെ രാജ്യം സ്ഥാപിച്ച പല്ലവ രാജവംശത്തിനാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ്. കാഞ്ചിയിൽ നരസിംഹവർമ്മൻ ഒന്നാമൻ ചക്രവർത്തിയുടെ കീഴിൽ പല്ലവർ തങ്ങളുടെ പ്രദേശങ്ങൾ വികസിപ്പിച്ചതിന് ശേഷം അവർ തലസ്ഥാന നഗരമായ കാഞ്ചീപുരത്ത് നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. മഹാബലിപുരത്ത് കാണുന്നത് പോലെ മുൻകാല ക്ഷേത്രങ്ങൾ ഒന്നുകിൽ മരം കൊണ്ടോ ഗുഹകളിലോ പാറക്കെട്ടുകളിലോ പാറകൾ വെട്ടിയുണ്ടാക്കിയവയോ ആയിരുന്നു. പ്രാദേശിക വിശ്വാസമനുസരിച്ച് യുദ്ധസമയത്ത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഈ ക്ഷേത്രം ഒരു സുരക്ഷിത സങ്കേതമായിരുന്നു. രാജരാജ ചോളൻ ഒന്നാമൻ ക്ഷേത്രം സന്ദർശിക്കുകയും ബൃഹദീശ്വര ക്ഷേത്രം പണിയാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ചോള രാജവംശവും വിജയനഗര ചക്രവർത്തിമാരും വികസിപ്പിച്ചെടുത്ത പിൽക്കാല ശൈലിയുടെ സ്വാധീനത്തിൽ പല്ലവ വാസ്തുവിദ്യയെ അതിന്റെ യഥാർത്ഥ ശൈലിയിൽ ക്ഷേത്രം നിലനിർത്തിയിട്ടുണ്ട്. നിരവധി കൊത്തുപണികളുള്ള ഈ ക്ഷേത്രത്തിന്റെ ആന്തരിക ചുവരുകളിൽ 58 ഉപദേവാലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ ശൈവമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിവർന്നു നിൽക്കുന്ന സിംഹങ്ങളുടെ ചിത്രീകരണമാണ് ശില്പങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. അത്തരത്തിലുള്ള സിംഹരൂപങ്ങളും നന്ദിരൂപങ്ങളും ഈ ക്ഷേത്രത്തിൽ ധാരാളമായി കാണപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ വിവിധ ദേവതകൾക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നത് സ്വർഗം സന്ദർശിക്കുന്നതിന് തുല്യമായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു. പ്രദക്ഷിണ വഴിയിലൂടെ ഒരു തവണ വലം വെച്ചാൽ പുനർജന്മത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് മഹാശിവരാത്രി. ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി ആളുകളാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാനായി എത്തുന്നത്.
ഏകദേശം 1600ഓളം വർഷം പഴക്കമുള്ള, പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച് ലോക്കിംഗ് സിസ്റ്റത്തിൽ യോജിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം കാഞ്ചീപുരത്ത് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. കാലപ്പഴക്കത്താൽ കൊത്തുപണികളിൽ പലതിൻ്റെയും ആകർഷണീയത നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. കാഞ്ചീപുരം നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ 108 വിശുദ്ധ ക്ഷേത്രങ്ങളിൽ 15 എണ്ണവും കാഞ്ചീപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചീപുരം മതവിശ്വാസം അനുസരിച്ച് 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ശിവകാഞ്ചിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുകാഞ്ചി, ജൈനകാഞ്ചി എന്നിവയാണ് മറ്റു 2 കാഞ്ചികൾ. ക്ഷേത്ര ചുമരുകളിൽ ആദ്യകാല ലിപികളിൽ ധാരാളം ലിഖിതങ്ങളുണ്ട്. കാഞ്ചീപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഓരോ ദിവസവും നിരവധി ഭക്തരും വിനോദസഞ്ചാരികളും പുരാവസ്തു ഗവേഷകരുമെല്ലാം ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. കാഞ്ചീപുരത്ത് തന്നെ മറ്റൊരു മനോഹര വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം.